ആരംഭിച്ചിട്ടുണ്ട്, ഓട്ടമുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരൊറ്റ ദുആ കൊണ്ട് മഴ കിട്ടിപ്പോയി. റഹ്മാനായ അല്ലാഹ്, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്. പക്ഷേ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് വേണമല്ലോ. നിന്റെ അമ്പിയാക്കളെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു റബ്ബേ, നിന്റെ ഔലിയാക്കളെ ഞങ്ങൾ പ്രിയം വെക്കുന്നു റബ്ബേ, നിന്റെ സാലിഹീകളെ ഞങ്ങൾ പ്രിയം വെക്കുന്നു റബ്ബേ. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹിന്റെ ദാഹി കൊണ്ട്, അവിടുത്തെ ബർക്കത്ത് കൊണ്ട്, മുഴുവൻ അമ്പിയായ സാലിഹീകളെ ദാഹി ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ മഴ നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് മഴ നൽകണമല്ലോ. ഞങ്ങൾക്ക് അടുത്ത സമയങ്ങളിലായി മഴ നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ വിഷമിപ്പിക്കല്ലേ അല്ലാഹ്. ഒരുപാട് സ്ഥലത്ത് ഭൂമി കുലുക്കം അടുത്ത ദിവസമുണ്ടായി. അബൂദാബിയിലും ദുബൈയിലും മറ്റ് പല സ്ഥലങ്ങളിലും വീടുകളിൽ നിന്നെല്ലാം ആളുകൾ പുറത്തിറങ്ങി. അതാ ഭൂമി കുലുക്കം കൊണ്ട് പേടിച്ച് വരണ്ടുപോയി. അർഹമുർറാഹിമായ അല്ലാഹ്, നിന്റെ ഭൂമി കുലുക്കമോ അതുപോലെ ഭൂമി പിടിച്ചു വിടുകലോ തുടങ്ങിയ യാതൊരു ശിക്ഷയും നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ ദോഷം കൊണ്ട് നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാഹ്. اللهم لا تؤاخذنا بما فعل السفهاء منا يا ارحم الراحمين. അർഹമുർറാഹിമേ, അതുപോലെ ഈ സമ്മേളനത്തിന് കഠിനാധ്വാനം ചെയ്ത എസ്എസ്എഫിന്റെ വിദ്യാർത്ഥികൾക്കും അതിനെ സഹായിച്ചവർക്കും പണം കൊണ്ടും ദേഹം കൊണ്ടും വാക്കുകൊണ്ടുമെല്ലാം സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. താജുല്ലമക്ക് രോഗം ശിഫയാക്കി ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട എംഎ ഉസ്താദ് ഇവിടെ വരാൻ വളരെ ആഗ്രഹമുള്ള ആളായിരുന്നു. അവർക്ക് സുഖമില്ല, നീ സുഖമാക്കി ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് ഗൾഫിൽ നിന്ന് വന്ന് തീരെ സുഖമില്ലെങ്കിലും പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നു. അർഹമുർറാഹിമായ അല്ലാഹ്, അദ്ദേഹത്തിന്റെ രോഗവും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഇവിടെ ഹാജരായ ഞങ്ങളെ സയ്യിദന്മാര് മഹാന്മാർ എല്ലാവരും ഇവിടെയുണ്ട്. അവർക്കെല്ലാം ആയുസ്സിനെ നീട്ടണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. ഖൂലു ആമീൻ. അർഹമുർറാഹിമായ അല്ലാഹ്, ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അർഹമുർറാഹിമായ അല്ലാഹ്, ഈ സമ്മേളനത്തിന് ഭക്ഷണമുണ്ടാക്കാനും ഭക്ഷണം കൊടുക്കാനും അതുപോലെ ഈ സമ്മേളനത്തിന് വെള്ളം കൊടുക്കാനും മറ്റെല്ലാ ആവശ്യത്തിനും പ്രവർത്തിച്ച വളണ്ടിയർമാർക്കും പ്രവർത്തകർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവരുടെ കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അവിവാഹിതർക്ക് നല്ല ഇണകളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. ഇടയ്ക്കൊരു വാക്ക് സംഭാവന കൊടുക്കണം, എല്ലാവരും കൊടുക്കണം. നമ്മൾക്ക് പിന്നെ അത് കൂടാതെ കഴിയൂല. അത് സംഭാവന വാങ്ങാൻ വേണ്ടി മക്കറ്റ് കളക്ഷന് വേണ്ടി അലി ദാരിമി, ജബ്ബാർ സക്കാഫി, ഷാജാൻ സക്കാഫി, അഷ്റഫ് സക്കാഫി, മറ്റ് ആളുകളെല്ലാം വരുന്നുണ്ട്. അത് അവർക്ക് കയ്യിൽ കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. റഹ്മുർറഹീമായ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സർവ്വ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ആക്സിഡന്റിൽ പെട്ടുകിടക്കുന്നവരുണ്ട്, അവർക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ക്യാൻസർ രോഗത്തിൽ ഉള്ളവരുണ്ട്, കിഡ്നി രോഗമുള്ളവരുണ്ട്, ഹാർട്ട് രോഗമുള്ളവരുണ്ട്, എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. അത്തരം ഗൗരവമായ രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നൽകല്ലേ അല്ലാഹ്. ഈ വിദ്യാർത്ഥികൾക്ക് ഇനിയും പഠിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. എല്ലാ വിദ്യാഭ്യാസവും നൽകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവർക്ക് നീ എല്ലാ അഭിവൃദ്ധിയും നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനങ്ങളെയെല്ലാം നീ വളർത്തിത്തരണേ അല്ലാഹ്. ഞങ്ങളെ സംഘടനകളെ നീ വളർത്തിത്തരണേ അല്ലാഹ്. ഞങ്ങളെ സംഘടനയുടെ പ്രവർത്തനത്തിൽ നീ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരണേ അല്ലാഹ്. അതിനെ സഹായിക്കുന്ന സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും
നീ സഹായം നൽകണേ അല്ലാ, ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നല്ല ജീവിതം നയിച്ച് നിന്റെ മഹബത്തിലായി, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ മഹബത്തിലായി ഞങ്ങളെ ജീവിപ്പിക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് കാമിലായ മുഅ്മിനുകളായി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സദാരുകൾ, ശിഷ്യന്മാര്, സ്നേഹിതന്മാര്, കുടുംബങ്ങൾ, ബന്ധുക്കൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, എല്ലാ ആളുകളുടെയും എല്ലാ ദോഷങ്ങളും പുറത്ത് ഞങ്ങളെ എല്ലാവരെയും നീ നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങളിൽ ഒന്ന് മരിച്ചുപോയ മഹാന്മാർ, ഉസ്താദുൽ അസാതീദ് ഒക്കെ, സൈനുദ്ദീൻകുട്ടി ഉസ്താദ്, അതുപോലെ ഞങ്ങളുടെ മറ്റ് ഒരുപാട് ഉസ്താദുമാരുണ്ട്. ഈ എറണാകുളത്ത് ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം ചെയ്ത PSK തങ്ങൾ, അതുപോലെ നമ്മുടെ മരണപ്പെട്ടു പോയ ബാവ മുസ്ലിയാർ തുടങ്ങിയ ആളുകൾക്ക്, മരണപ്പെട്ട എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനേ. അവരുടെ ഖബറിനെ നീ സ്വർഗ്ഗത്തോപ്പാക്കണം റഹ്മാനേ. അവരുടെ ഖബറിനെ നീ പ്രകാശിപ്പിക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് ആഫിയത്തോടെ ഇസ്സത്തോടെ നീ ദീർഘായുസ് തരണേ അല്ലാ. ഇനിയും ഒരുപാട് കാര്യം നിന്റെ ദീനിന് ചെയ്യാനുണ്ട്. അത് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ആയുസ് നൽകണേ അല്ലാ. പരസ്പരെ നിന്റെ ദീനിന് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി, സ്ഥാപനത്തിന് വേണ്ടി, രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പ്ലാനിട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ അറിയുന്ന റബ്ബേ, ആ പ്ലാനിങ്ങും തന്നത് നീ തന്നെയാണ്. ഞങ്ങളെ കൽബിൽ തോന്നിപ്പിച്ചതും നീ തന്നെയാണ്. അതുകൊണ്ട് അതെല്ലാം പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യണം റഹ്മാനേ. ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്തെല്ലാം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനും